ഷാബാൻ ഇതാ നമ്മളെ മഹല്ലിക്ക് എത്താനായിട്ടോ. അപ്പോഴേ ഒരുങ്ങി നിൽക്കണ്ടേ സ്വീകരിക്കാൻ. റമദാനായി തുടങ്ങി, ഇപ്പോൾ ഒരുങ്ങിയിട്ടില്ലേ, ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ബസ് പോയിട്ട് കൈ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ അവസരം അള്ളാഹു നമുക്ക് തരുമോ എന്ന് ആരറിഞ്ഞു? ഇനിയൊരവസരം അള്ളാഹു നമുക്ക് നൽകുമോ എന്ന് അള്ളാഹു നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വരുന്ന റമദാൻ പരിപൂർണമായ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അള്ളാഹു നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകളും തെറ്റുകളും വിവരക്കേട് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ മഹാനായ ഖൈറുവാനി തങ്ങൾ പോയൊരു ചരിത്രമുണ്ട്. അബൂ ജഅഫറുൽ ഖമൂദി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു. മഹാനായ ഇമാം ഖൈറുവാനി നിസ്കരിക്കാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിസ്കാരം ഒരുപാട് നീണ്ടുപോയി. നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം ഒരുപാട് നീണ്ടതിൽ ഒരൽപ്പം സമയം നീണ്ടുപോയോ എന്ന് തോന്നിയ മഹാനായ ഖൈറുവാനി തങ്ങള് മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങളോട് പറഞ്ഞു, യാ അബാ ജഅഫർ ബിഅഖല്ല മിൻ ഹാദാ തഅബ് തുദ്രികുൽ മത്ലൂബ ഇൻഷാ അല്ലാഹ്. ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകുമല്ലോ, ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ. ഇത്രത്തോളം എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങള് നിസ്കാരം നീണ്ടുപോകുമ്പോഴേക്കും തറാവീഹിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും പരാതി പറയുന്ന ആളുകളോട് ഈ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദിയുടെ മറുപടിയാണ് നമ്മൾ നൽകുന്നത്. യാ മിസ്കീൻ, ദരിദ്രനായ മിസ്കീനായ മനുഷ്യ, ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദ്ദതഹാ. അല്ലാഹു അക്ബറിന്റെ ഒരു മധുരമുണ്ട്, അല്ലാഹു അക്ബറിന്റെ ഒരു ആസ്വാദനമുണ്ട്. അത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിസ്കാരം നീണ്ടുപോയതിലെ തക്ബീറുകളുടെ എണ്ണം കൂടിപ്പോകുന്നതിന്റെ പ്രയാസം നിനക്കറിയാതെ പോകുമായിരുന്നു. ആ തക്ബീറിന്റെ ഒരു മധുരമുണ്ട്. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ എന്നല്ലേ. നമുക്ക് പോകേണ്ടതും അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയല്ലേ. ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോകൂല. അങ്ങനല്ലേ നമ്മൾ ദുന്യാവിൽ ചെയ്യാം. ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാളുള്ള വഴിക്ക് പോകില്ലല്ലോ. അങ്ങനല്ലേ. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിൻ്റെ അടുത്ത് തന്നെ പോകാനുള്ളത്. അതാണ് ആ വ്യത്യാസം. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിൻ്റെ അടുത്ത് തന്നെ പോകാനുള്ളത്. പടച്ചോൻ്റെ അടുത്ത് തന്നെ, റബ്ബേ എന്നെ സ്വീകരിക്കണേ, പടച്ചോനെ എനിക്ക് മാപ്പ് തരണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ യാ മിസ്കീൻ ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദതഹാ. അല്ലാഹു അക്ബറിന്റെ മാധുര്യവും അതിന്റെ രസവും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് തക്ബീറിന്റെ എണ്ണം കൂടി നിസ്കാരം വർദ്ധിക്കുമ്പോൾ മടുപ്പ് വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി എന്ന ലോകപ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ഫഖീഹും മുതസവ്വിഫുമായ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയാറുണ്ട്, റകഅതാനി ഫീ തഫക്കുരിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹ്. മനസ്സാന്നിധ്യത്തോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നതാണ് നിസ്കാരം. ആനന്ദം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരം. എന്താ? അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മത്തിനാണ് ഏറ്റവും വലിയ കൂലി. സുന്നത്തിനും ഫർദിനും കൂലിയുണ്ട്. നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഫർള് എന്തായാലും ഫർളല്ലേ, അതിനിപ്പം കൂലി തന്നെ തരേണ്ട കാര്യമുണ്ടോ? സുന്നത്തിനല്ലേ കൂലി കൂടുതൽ വേണ്ടത് എന്ന് തോന്നിപ്പോകും. പക്ഷെ അള്ളാന്റെ കണക്കിൽ ഫർളിനാണ് കൂലി കൂടുതൽ. നോക്കണം, ഇത് അള്ളാന്റെ റഹ്മത്തല്ലേ. എത്ര ആൾക്കാർ സുന്നത്തുണ്ടാവുക? കുറച്ച് ആൾക്കാർക്കല്ലേ ഉള്ളൂ. അവർക്ക് തീരെ കൂലില്ലാണ്ട് പോവില്ലേ? ഫർള് നിസ്കാരത്തിന് കൂലി കൂടുതൽ, സുന്നത്തിന് കൂലിയുണ്ട്, പക്ഷെ ഫർളിനാണ് കൂടുതൽ. ഇതല്ലേ അള്ളാഹുവിന്റെ രീതി, ഇതല്ലേ അള്ളാഹുവിന്റെ കരുണ. അങ്ങനെയുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് ചെലവ് കൊടുക്കണം, ആ ചെലവ് കൊടുക്കൽ നിർബന്ധം. അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരോ പോലീസെങ്കിലും പിടിച്ചോണ്ടോ അല്ലേ? പുരക്കാരെ നോക്കാണ്ടിരിക്കെ ഉപദ്രവിക്കുക ചെയ്താൽ. പക്ഷേ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നതാണ് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു. അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. പക്ഷെ അത് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്കയാണ്. അവനവന്റെ സ്വന്തം വീട്ടിലേക്ക് മത്സ്യം വാങ്ങി പോകുന്നത് സ്വതക്കയാണ്, വലിയ സ്വതക്കയാണ്. അവനവന്റെ വീട്ടിലെ മക്കൾക്ക് അരി വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദാനമാണ്. മനസ്സിൽ നിയ്യത്ത് വേണം. യഹ്തസിബുഹു, ഹദീസിന്റെ വാക്കതാണ്, വഹുവ യഹ്തസിബുഹു, അല്ലാഹു എനിക്കിതിന് കൂലി തരും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ, എന്തെങ്കിലും വെറുതെ പറഞ്ഞു പോയാൽ ആ കാശങ്ങ് പോയി. പെരക്ക് കൊണ്ടു കൊടുക്കുന്ന നിർബന്ധമാണ് താനും. പെണ്ണുങ്ങളെ വരെ അകത്ത് കയറ്റൂല അല്ലേ? ആ സാധനം കൊണ്ടുവന്നില്ലല്ലോ, തിരിച്ചു പറഞ്ഞയക്കും. സ്റ്റാമ്പ് പൊട്ടിക്കാത്ത കത്ത് തിരിച്ചേക്കണ പോലെ. പിന്നെ പോയിട്ട് വീണ്ടും കൊണ്ടുവരണം. എന്നാൽ പിന്നെ ആദ്യം നല്ല മനസ്സോടുകൂടെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു.
അതിന് കൂലിയാണ്. ഇല്ലെങ്കിൽ പൈസ പോവും, അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കരുണ കൊണ്ട് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും അല്ലാഹു ഒരു നന്മക്ക് 10 വീതം, തിന്മകൾക്ക് ഒരു തിന്മക്ക് ഒരു തെറ്റ്, ഒരു തെറ്റിന് ഒരു ശിക്ഷ, ഒരു നന്മക്ക് 10 കൂലി. ഒന്നല്ല, നമ്മുടെ 2 മണിക്കൂർ ഇരുന്നാൽ 20 മണിക്കൂർ ഇരുന്ന കൂലി അള്ളാഹു നൽകാൻ പോവുക. അള്ളാഹു ആ കൂലി നമുക്ക് നൽകട്ടെ. ആമീൻ. 20 മണിക്കൂറൊക്കെ ചൂടത്ത് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ വീശിരിക്കുന്നത് കാണുന്നു. നമ്മളൊക്കെ ആണുങ്ങളൊക്കെ വലിയ ഫാൻ്റെ അടിയിലൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല. കറങ്ങാത്ത ഫാൻ ഉണ്ട് അല്ലേ, സെൻട്രലിൽ ഫാനും കാണില്ല. എന്നാലും ഞാൻ വിചാരിച്ച് ഈ പന്തലൊക്കെ ഇവിടെ സ്ഥിരം ഉള്ളതാണ്, ഇത് ടെമ്പററി ആണെന്ന് പിന്നെ അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇത് താൽക്കാലികം ഉണ്ടാക്കിയ എത്ര വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ വിചാരിച്ചു ഇവിടെ കാര്യമായൊരു പെർമനൻ്റ് സംവിധാനമാണ്. ഫാനും കാര്യങ്ങളൊക്കെ ഒരുക്കി, എനിക്ക് വലിയ ചിലവുണ്ട്, നമ്മളൊക്കെ സഹായിച്ചോ. ഇവിടെ ബക്കറ്റ് ഇവരൊന്നും ഇല്ലേ? ഉണ്ടോ? അത് എവിടെ നിന്ന് വേഗം തുടങ്ങണ്ടേ? കവർ കൊടുത്തിട്ടുണ്ട്, എന്നാൽ കവറൊക്കെ ഒന്ന് തിരിച്ചേൽപ്പിക്കുക. ആ ബക്കറ്റ് വരുമ്പോൾ ബിസ്മില്ല. പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേഗം വരും. ഇവിടെ നമ്മളെ വണ്ടീസൊക്കെ പെട്ടെന്ന് വരും. മാഷാ അല്ലാഹ്. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതി വന്നിട്ടുണ്ടാവും. ഒരു വാട്ടപ്പേര് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പെരയിൽ പോയിട്ട് സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ അൽഹംദുലില്ലാഹ്. ഇതിന് പിരിവ് എന്ന് പറയരുത് എന്നാ, ഒരു സ്വതഖ. ആ കവറേ അതിലെന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കണം, മറക്കാണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കട്ടെ. അത് കൊടുക്കുമ്പോഴേ പടച്ചോനെ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാപ്പാക്കി താ റബ്ബേ. നിസ്കാരത്തിലൊക്കെ കുറേ വീഴ്ച വന്നു പോയിട്ടുണ്ടല്ലോ, അതൊക്കെ നീ മാപ്പ് താ റബ്ബേ. സ്വതക്ക കൊണ്ട് തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. പടച്ചോനെ എൻ്റെ കുട്ടികളിലും മക്കളിലും കുടുംബത്തിലും സന്തോഷം തരണേ റബ്ബേ. അങ്ങനെ വിചാരിച്ചിട്ട് കൊടുക്കും. നമ്മൾ നല്ലൊരു കാര്യം അള്ളാഹ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അള്ളാഹുവിന് അള്ളാഹ് തന്നത് അള്ളാഹ്ക്ക് കൊടുക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. സ്വഹാബിമാർ പറയും, ഇബ്നു മസ്ഊദ് തങ്ങളുടെ വാക്കാണ്, ഞാൻ കീറിപ്പറഞ്ഞ വസ്ത്രമൊന്നും അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യൂല. എന്തേ? നാളെ മഹ്ശറയിൽ അള്ളാഹു എടുത്തിട്ട് ഇതാ ഒരു കീറിയ വസ്ത്രം ഇബ്നു മസ്ഊദ് എന്നവരെ വക, ഇതൊക്കെ പറയണ നാണക്കേടല്ലേ, ഞാൻ നല്ലതേ കൊടുക്കുള്ളൂ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അപ്പം നമ്മളൊക്കെ ാത്ത നോട്ടും മഷി വരേണ്ടത് ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടാവും, കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവമാണ് തോന്നിപ്പോവല്ലേ. എന്ത് ചെയ്യുക? നല്ലത് കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ കൊണ്ടുവരുന്നവർക്കൊന്നും ഒരു കമ്മീഷനൊന്നും ഇല്ല കേട്ടോ. ഓല് അള്ളാഹ്ക്ക് ഫീ സബീലില്ല, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഖിദ്മത്ത് ചെയ്യാൻ. അത് എന്തായാലും കാര്യമായിട്ട് കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10, 200, 300, 500 ഒക്കെ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനത്തെ ഈ ബക്കറ്റ് കൊടുക്കുന്നത് ആത്മാർത്ഥമായ കൊടുക്കല. 50,000 രൂപ. മാഷാ അല്ലാഹ്. ഒരു സഹോദരൻ, അള്ളാഹുവേ നീ അർഹമായ പ്രതിഫലം 2 ലോകത്തും കൊടുക്കണേ തമ്പുരാനെ. കൂട്ടത്തിൽ ഒന്നും കൊടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ദ്വാരക്കൂട്ടോ. അങ്ങനെ ഒരു പരാതിയുണ്ട്, ഉസ്താദ്മാർ കൊടുത്തവർക്ക് മാത്രം ദ്വാരക്കുക. നമ്മളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. അള്ളാഹുവെ കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് അവരുടെ നീയത്തിനനുസരിച്ചുള്ള കൂലി നീ കൊടുക്കണേ തമ്പുരാനെ. ഒരു മിസ്കീൻ വിചാരിക്കുക, റബ്ബ് എൻ്റെ അടുത്ത് ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ വഫിയ കോളേജിൻ്റെ ആ ഒരു ബ്ലോക്കിൻ്റെ കെട്ടിടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ 10 ലക്ഷം കൊടുത്ത കൂലിയാണ്. അതുള്ളവർ പറഞ്ഞിട്ട് കുറത്ത് കൂലി കിട്ടൂലേ, കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇല്ലാത്തവർക്ക് നെയ്യത്തിന് കൂലിയുണ്ട്. ആരും കടം വാങ്ങിയിട്ടും അടുത്തുള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊന്നും കൊടുക്കണ്ട. അവനവൻ്റെ ഹലാല് പൊരുത്തുള്ളത് കൊടുത്താൽ മതിയേ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. ഇതൊരു നിർബന്ധവുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും ഒരു പ്രയാസം വിചാരിക്കേണ്ട. അങ്ങനെ കൊടുക്കാനൊന്നും തോന്നണില്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറൊക്കെ ഇടക്കിന് ചോദിച്ചു വരുമ്പോണ്ടല്ലോ, വളവന്മാർ കൊടുക്കാൻ തിരിഞ്ഞു നോക്കാണ്ട് ഇപ്പുറത്ത് നോക്കിയിരിക്കണം ജനൽക്ക് കൂടെ, ആ ഒരു ഇരുത്തിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ല. അള്ളാഹു നമ്മുടെ ഈ സംവിധാനം, ഈ പരിപാടി കഴിഞ്ഞാലും നിങ്ങളുടെ സഹായം ഉണ്ടായാൽ മതി. നമ്മുടെ വഫിയ കോളേജ് നിങ്ങളുടെ ചിന്തയിലും, നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ കുറച്ച് മക്കളല്ലേ ഉള്ളൂ, അവർക്കൊരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ വഫിയ കോളേജിലേക്ക്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആ കോളേജിലേക്ക് നമ്മുടെ മക്കൾക്കൊരു ഭക്ഷണം കിടക്കട്ടെ. ഒരു സദ്യ നടക്കുകയാണ്, അതിലേക്ക് ഒരു ഇച്ചിരി അരിയല്ലേ ഏറെ വേണ്ടു. ഹുസൈനാജിയോട് വിളിച്ചു പറയാം, പിന്നെ നാളത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവരാം കേട്ടോ മക്കൾക്ക്. എന്ത് സന്തോഷം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീട്ടിൽ നോക്കുന്ന പോലെ ഒരുപാട് നാടുകളിൽ നിന്ന്, തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്ന് വരെ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരെ പഠിക്കുന്ന മക്കളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? കോഴിക്കോട് ഇതിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മക്കൾ വരെ ഇവിടെ പഠിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നൊരു ഉസ്താദിനെ കണ്ടു, അവരുടെ മോള് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്ന അതിഥികളല്ലേ. 1,00,000 രൂപ ഒരു സഹോദരൻ. അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. 2 ലോകത്തും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അള്ളാഹുവിന് വേണ്ടി പരലോകത്ത് അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷയും ഈമാനുമുള്ളവർക്ക് ഈ ദാനം ചെയ്യാൻ കഴിയും. കബൂൽ ചെയ്യട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തർബിയത്തിന്റെ ശൈഖായിരുന്നു. ഹാത്തിമുൽ അസ്വം എന്നവരുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹാത്തിമുൽ അസ്വം തങ്ങളോട്. ഇദ്ഹബൂ ബിനാ നസ്അലുഹു അൻ സ്വലാത്തിഹി. ഹാത്തിമുൽ അസ്വം എന്നവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം.
അങ്ങനെ ഞങ്ങൾ ചെന്നു. മഹാനായ ആസിം ഇബ്നു യൂസുഫ് എന്നിവർ പറയുന്നു, ഹാത്തിമുൽ അസ്വദ് എന്നാലും ആ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും മനോഹരമായിട്ട് അത് ചിലർക്ക് അങ്ങനെയാണ് ഒറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതാൻ അറിയും, നിർത്തിയിട്ട് മെല്ലെ മെല്ലെ ഓദിക്കാന്ന് പറഞ്ഞാൽ പഴക്കും. അതങ്ങനെ ശീലിച്ചത്. പിന്നെ എന്ത് യാസീനൊക്കെ പതുക്കെ ഓതിയാൽ പഴക്കണം. എത്ര ആൾക്കാരുണ്ടെന്നറിയോ? കാരണം ആ സ്പീഡ് പോകുമ്പോഴേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ശീലിച്ചു പോയി. നമ്മളങ്ങനെ ആരും ശീലിപ്പിക്കല്ലേ, നമ്മുടെ ശീലങ്ങൾ മാറ്റം ചെയ്തേക്ക്. വിശുദ്ധ ഖുർആനിനെ തഖറഉ ബിത്തർതീൽ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും
നല്ല ചുറുക്കലോതിക്കൂടെ? അള്ളാഹുവിന്റെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ പാരായണം നടക്കുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് വിളക്കുമായി വളരെ മനോഹരമായ ഒരു മേഘം ഇറങ്ങി വന്നത്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴാണത്. നിങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നതാണ്. നിങ്ങൾ നേരം പുലരുന്നവരെ അത് ഓതിയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിഹ ഏത് സൂറത്താവട്ടെ മനോഹരമായിട്ട് ഓതുക. തഖറഉ ബിത്തർതീൽ, നിസ്കാരത്തിൽ നിർബന്ധമായും. അള്ളാഹുവിനോട് ഭയപ്പാടോടുകൂടെ യജമാനനായ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമ മുട്ടുമടക്കി നിൽക്കുന്ന പോലെ നിങ്ങൾ ഊര വളച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ മുട്ടുപിടിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുന്ന നൃത്തമാണത്. നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു രാജാവിന്റെ മുമ്പിൽ ഒരു അടിമയെ ഉടമസ്ഥൻ വണങ്ങട എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഒരു വണക്കത്തിനെങ്കിലും ഒരു പേടി ഉണ്ടാവും. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? മുമ്പിനെ ആ റുക്കൂയിൽ നമുക്ക് ആ രസം തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വണങ്ങുകയാണ്. അല്ലാഹുവേ, ഞാൻ എല്ലാറ്റിനേക്കാളും നിസ്സാരമാണ് റബ്ബേ, നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഒന്നുമല്ല. മുഖമുയർത്തി നടക്കുന്ന മനുഷ്യന്റെ ആ മുഖമാണ് മണ്ണിലേക്ക് വെക്കുന്നത് സുജൂദിന് വേണ്ടി. 7 ഹർഫുകളിലാണ് സുജൂദ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയും 2 കൈപ്പള്ളകളും കാലിന്റെ മുട്ടുകളും 2 കാലിന്റെ വിരലുകളും ഖിബിലയിലേക്ക് ചേർത്ത് വെച്ച് വളരെ മനോഹരമായി വിനയത്തോടെ കിടക്കുന്ന കിടത്തമാണത്. പച്ച മണ്ണിൽ സുജൂദ് ചെയ്താൽ അല്ലേ, അള്ളാഹുവിന്റെ ഭൂമി ലോകം അള്ളാഹുവിനിക്ക് മസ്ജിദായും നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമായും ശുദ്ധിയുള്ളതായും അള്ളാഹു മാറ്റി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു അമ്പിയാക്കന്മാർക്കില്ലാത്ത ഹബീബിന് പ്രത്യേകമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? ഖിബിലയിലേക്ക് തിരിഞ്ഞ് കാര്യമായ നജസൊന്നും കാണില്ല, നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കുണ്ട് വസ്വാസത്തിൽ, ഒരു നായ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുമല്ലോ, നീ കണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. അവിടെ നജസുണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ. ഉണ്ടാവുമല്ലോ, നീ കണ്ടോ? വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ആ പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ തലവെക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ട്. അതൊരു പക്ഷേ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ പള്ളിൻ്റെ ഉള്ളിലും കാർപ്പറ്റിലൊക്കെ സുജൂദ് ചെയ്യുമ്പോഴേ ആ മണ്ണിൽ വെക്കണ രസം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആ സുജൂദിൻ്റെ അർത്ഥം കൂടെ മറന്നു പോവുക. ഏതെങ്ങനെ ഒരു പണി, ഇമാമ കുമ്പിട്ടിക്കണേ, നമ്മൾ കുമ്പിട് തന്നെ. ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഈ സാധനം മണ്ണിലേക്ക് വെക്കുകയാണ്. എൻ്റെ തല താഴെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിൻ്റെ താഴെയാ റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാ. അപ്പൊ പറയുന്ന ദിക്റെന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, നീ ഏറ്റവും മീതയാണ്. ആ ദിക്റിന്റെ ബന്ധം നോക്കൂ. നമ്മൾ താഴെയാണ്, അല്ലാഹു മീതയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. വതർഫഉ ബിസ്സുന്ന, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ പരിശുദ്ധമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. വതഷ്ഹദു ബിൽ ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രം മനസ്സ് കൊടുത്ത് അത്തഹിയാത്ത് ചൊല്ലുന്നു. വതുസല്ലിമു ബിർറഹ്മ, ചുറ്റുപാടേക്കും അള്ളാഹുവേ നിന്റെ റഹ്മത്ത് നൽകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും എൻ്റെ മുമ്പിലും പിന്നിലുമുള്ള സർവർക്കും സർവരിലും അള്ളാഹുവേ റഹ്മത്ത് ചെയ്യണമേ എന്ന രീതിയിലുള്ള നിസ്കാരം. ഇതാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള മിനിമം മഅരിഫത്ത്, മിനിമം അറിവ്. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി എന്താണ് നമ്മൾ, എങ്ങനെയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരിക? ഞങ്ങൾ അറിഞ്ഞു ഹാത്തിമേ, എങ്ങനെയാണ് നിസ്കാരം എന്ന് മനസ്സിലായി. ഹാദിഹി തഅദിയ, ഇങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടതെന്നറിഞ്ഞു. ഫമൽ മഅരിഫ, ഇത് നിസ്കാരം നിർവഹിക്കേണ്ട രീതിയാണ്. എന്താ പിന്നെ നിസ്കാരത്തിൽ ആലോചിക്കേണ്ടത്? നമ്മൾ പറയില്ലേ, റബ്ബേ കൈ കെട്ടുമ്പോഴേക്കും അങ്കമാലി പോയി വരിക, കൈ കെട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലുവ ട്രിപ്പ് അടിച്ച് വന്നു, റഹ്മാനായ റബ്ബേൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ പോയി വരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത് അല്ലേ, ബ്രസീലിൽ പോയി വരുന്നു. സുബ്ഹാനല്ലാഹ്, ആകെ 5 മിനിറ്റ് നടന്നിട്ടില്ല. എയർപോർട്ടിലേക്ക് നടന്നെത്താനോ ഫ്ലൈറ്റിനോ കാറിനോ എത്തേണ്ട നേരമായിട്ടില്ല. ലോകത്തിൻ്റെ എല്ലാ കളിസ്ഥലത്തും പോയി വന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്തേക്ക് മാത്രം എത്തിയില്ല. ഇതാ നമ്മുടെ കഥ. എന്നിട്ട് നമ്മൾ പറയും അള്ളാഹ് കൂലി തരണേ, വിളിച്ചോനെ നിസ്കാരം സ്വീകരിക്കണേ. നമ്മളൊരു മെമ്മോറാണ്ടം ഒരാൾക്ക് കൊടുക്കുകയാണ്, ഒരു മന്ത്രിക്ക്. സങ്കല്പിക്കുക, ഒരു ഉദാഹരണം പറയാം. ഇത് നിങ്ങളുടെ ഒരു നിവേദനമാണ്. ഇത് ഹുസൈനാജി മന്ത്രിയെ നമ്മൾ സങ്കല്പിക്കുക. അജരെ നിങ്ങൾ വരി, കാര്യമായ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പോണ വഫിയ കോളേജിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റേഷൻ അനുവദിക്കണം.
ഒന്നുമില്ല, ടി എച്ച് മുസ്തഫ സാഹിബ് പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രിയല്ലേ, എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. ദാറുൽ ഹുദയിൽ റേഷൻ അരി പാസ്സാക്കി തന്നത് അദ്ദേഹമാണ്. ആ ചോറൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഈ നിവേദനം തരാം, അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ, നിങ്ങൾ മന്ത്രിയാണ് കേട്ടോ, എന്നാ പിടിച്ചോളി. ഇങ്ങനെ ഞാൻ കൊടുത്താൽ, ഞാൻ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഏൽപ്പിച്ചാൽ ഏതാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിക്കുക? ആദ്യം കൊടുത്തതോ രണ്ടാമത്തേതോ? രണ്ടാമത്തേത്. നമ്മുടെ ഒക്കെ നിസ്കാരം ആ പറഞ്ഞ പോലെ നിവേദനമൊക്കെ ഭയങ്കര നിവേദനം, നരകത്തുനിന്ന് കാക്കണേ, സ്വർഗം തരണേ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് കൊടുക്കണത്. ഇങ്ങനെ മുഖം തിരിച്ച് അള്ളാഹുവിനെ നോക്കാതെ അള്ളാഹു പുറത്തു തരട്ടെ. എത്രയോ നിസ്കാരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടി വരുന്ന നിസ്കാരങ്ങൾക്ക് തൗബ ചെയ്യേണ്ടി വരും. റബ്ബേ, ഞാൻ ആ ചെയ്തത് മഹാ മോശമായിപ്പോയില്ലേ, ഒരു VIP-യോട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് മുഖം നോക്കാതെ ഞാൻ പോകുന്നില്ലേ, ചെയ്യാൻ പാടുണ്ടായിരുന്നോ അത്? എത്ര ഇസ്തിഗ്ഫാറുകൾക്ക് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വരുന്ന, എത്ര ദുആകൾ നമ്മൾ അലസമായി നിന്നതിന് അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരും. എത്ര നിസ്കാരം യാ റബ്ബ്. മഹാനായ ഹാത്തിമുൽ അസമ്മതങ്ങൾ നിർവഹിക്കേണ്ട രീതി പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിസ്കാരത്തിൽ എന്താണ് ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിന് മധുരം വരിക, ഈ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നാളെ ഒരു സുബഹി നിസ്കാരത്തിന് നമുക്ക് ആയുസ്സുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഇന്നത്തെ ഇശ കഴിഞ്ഞു, സുബഹി ഉണ്ടോ അല്ലാഹു അല, നമ്മൾ ചിലപ്പോൾ ഖബറിലേക്കായിരിക്കും പോവുക. ഓരോ നിസ്കാരവും നിർണായകമാണ്. നബി തങ്ങൾ അതുകൊണ്ട് സ്വല്ലു സ്വലാത്തൽ മുവദ്ദിഅ, ഈ ലോകത്തോട് ഗുഡ് ബൈ പറയുന്ന പോലെ, ഈ ലോകത്തോട് യാത്ര പറയുന്ന, ഇനി ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല കേട്ടോ, ഇനി ഖബറിലേക്ക് പോവുക എന്ന രീതിയിലാണ് ഓരോ വക്തും നിസ്കരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം ആലോചിച്ചാൽ അള്ളാഹിനെ പറ്റി ഓർമ്മ വരും. ഇദാ ഖുംത ഇലൈഹ, മഹാനായ ഹാത്തിമുൽ അസം എന്നവർ ഏറ്റവും വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്, സർജറി ചെയ്യുന്ന ആളാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലെ അവരൊക്കെ കാർഡിയാക് സ്പെഷ്യലിസ്റ്റുകളാണ്. ഡോക്ടർ പേരെന്താണ്? ഡോക്ടർ അബ്ബാസ് സാഹിബ്. നമുക്കൊരു ഫിസിഷ്യനാണ് അബ്ബാസ് സാഹിബ്. ഒരുപാട് നമ്മുടെ നാടുകളിലെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന സഹായിയാണ് അല്ലേ. ഒരു ഡോക്ടർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. നമ്മളൊക്കെ ഫീസും കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ ഒരിക്കലെങ്കിലും തനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ ചെന്ന് കണ്ടൊരു നന്ദി പറയാൻ, ഡോക്ടറെ അന്ന് സുഖമില്ലാതെ വന്ന് പിന്നെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല, ഒരു നന്ദി പറയാൻ, ഒന്നിലൊരു സന്തോഷം, എന്തെങ്കിലും ഒരു സന്തോഷം അവർക്ക് കൈമാറി ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു ഹദിയ കൊടുത്തിട്ട്, ഇതാ ഡോക്ടറെ, നിങ്ങളാ ചെയ്ത സേവനം, നിങ്ങൾ എന്നോട് ചെയ്ത ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഐ റിസർവ് മൈ താങ്ക്സ്, നന്ദി പറയേ. അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതാണ്. ഹൃദയങ്ങളുടെ സർജറി ചെയ്ത മഹാൻ, എങ്ങനത്തെ ഫിസിക്കൽ സർജറി അല്ലേ ഞാൻ ഈ പറയുന്നത്. ഹസനുൽ ബസ്വരിയെ പോലെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യും അവർ. കൽബിലേക്ക് നോക്കിയിട്ട് പറയും, നിന്റെ കൽബിന് അസുഖമുണ്ട് എന്ന്. കിബിർ, ഹസദ്, അസൂയ, കണ്ടുകൂടായ്മ, നിഫാക്ക്, കാപട്യം ഒക്കെ നോക്കി പറയാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകളാ ഹസനുൽ ബസ്വരി തങ്ങൾ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ, ഹാത്തിമുൽ അസം തങ്ങൾ, ഷഖീഖുൽ ബൽഖി തങ്ങൾ, ഇബ്രാഹിം അദ്ഹം തങ്ങൾ, ഇവരൊക്കെ മഹാന്മാരാ. മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങൾ, യാ അല്ലാഹ്. മഹാനായ ഹാത്തിം എന്നവർ പറയുന്നു, ഫഅലം അന്നല്ലാഹ ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. ഇനി പറയുന്നത് 1000 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ്. ഇത് മാത്രമാണ് ഓർത്താൽ, നിങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ. ഇദാ ഖുംത ഇലൈഹാ, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, കാര്യം പറയാം, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചേരട്ട് നിസ്കരിക്കാൻ പാടില്ല. എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്ത് നിസ്കാരം. എണീക്കാൻ പറ്റുന്നവന് ഇരുന്ന് നിസ്കരിക്കുക, കൂലി പകുതി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഫർളിന് നിന്നേ പറ്റൂ, നിൽക്കാൻ കഴിയൂ. അൽ ഖായിം, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം. നമ്മളെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായി തുടങ്ങി. ഇനിയിപ്പോൾ ചർച്ചുമാരി ബെഞ്ചും ഡെസ്ക് കൊണ്ടു വരുമെന്നാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു കുഴപ്പമില്ല, ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, കൂളായിട്ട് ഓടിച്ചാടി നടക്കുക. ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക, നിസ്കാരത്തിന് എത്തുമ്പോൾ ഊരക്ക് വയ്യ. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ആരോഗ്യക്ക് വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല. ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ. ഫർളായ നിസ്കാര, നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ. ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ? ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാം. അള്ളാഹിൻ്റെ മുമ്പിൽ കൂളായിട്ടിരിക്കേ, ഒരു കുഴപ്പമില്ലാതെ അത് ചെയ്യല്ലേ. ആലോചിച്ചാൽ മതി. നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗൗരവതരം എത്രയാണെന്ന്. ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കണേ, അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റും, ഒരാളോടെ 1 to 1 അല്ലേ. ഞാൻ ഹുസൈനാജിയോട് സംസാരിച്ചു, ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല, അത് നിർത്തിയിട്ട് വേണം പറയാൻ. അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല.
സൃഷ്ടികൾക്ക് 1 to 1 പറ്റൂ, അള്ളാഹു 1 to ബില്യൺ ഒരേ സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു തആല ചെയ്തു തീർക്കും. കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 അള്ളാഹുവിന് കൺവേഴ്സ് ചെയ്യാൻ കഴിയും. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, അള്ളാഹു തആല നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്, നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അള്ളാഹു നിന്നെ കേൾക്കുകയാണ്. ഫഅഖ്ബിൽ അലാ മൻ ഹുവ മുഖ്ബിലുൻ അലൈക, നിന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മ വരണേ. എന്നിട്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത്. നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത്. നീയാണ് അവരുടെ കരങ്ങളിൽ, അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള അവസരം നൽകിയത്. നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ. നീ റബ്ബുൽ ആലമീനാണ്, അർ-റഹ്മാനിർ റഹീം, എന്നാലും നീ കാരുണ്യവാൻ തന്നെ, നീ കരുണാവാരിധിയാണ് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, കാരുണ്യവാനായ റബ്ബേ, ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ. ഒരു മഖ്ലൂക്കിനും മഖ്ലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ. സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി, അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല റബ്ബേ. വലല്ലാലീൻ, പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നബിയേ, അല്ലാഹു ഏകനാണ്, ഒരേ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്, എൻ്റെ റബ്ബിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ ഇല്ല റബ്ബേ, നിന്റെ ഈ ലോകത്തില്ല റബ്ബേ. നീ ഒരേ ഒരുത്തൻ. നിന്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അക്ബർ, നീ വലിയവനാണ് അല്ലാഹുവേ. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, മഹോന്നതനായ റബ്ബേ, നിന്റെ മഹോന്നതി ഞാൻ ഉയർത്തി പറയുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാന, സുബ്ഹാന എന്നതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് സുബ്ഹാനല്ലാഹ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഇതൊക്കെ കേരളത്തിന്റെ റോഡുകളിൽ ചൊല്ലിയിട്ടില്ലേ, പിന്നെ ഏത് നാട്ടിലെ വീട് ചൊല്ലുക? താഴെ ഇറങ്ങുമ്പോൾ, ഇറക്കം വിടുമ്പോൾ സുബ്ഹാനല്ലാഹ്. എന്തെന്നറിയോ? സുബ്ഹാന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, യു ആർ ട്രാൻസെൻഡ്, അല്ലാഹുവേ നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബേ. ഇറക്കെന്ന് പറഞ്ഞൊരു താഴ്ചയല്ലേ, നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബേ, നീ മീതയാണ്. നമ്മൾ കയറ്റം കയറാണ്. അടിമാലി എത്തന വരെ ചൊല്ലാം, കോതമംഗലം വിട്ടാൽ അല്ലേ, നേര്യമംഗലം വിട്ടാൽ അല്ലാഹു അക്ബർ. ബസ്സിലൊക്കെ വെറുതെ ഇരിക്കല്ലേ, തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹ് മെല്ലെ ചൊല്ലിക്കോ, അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട, മെല്ലെ ചൊല്ലിയാൽ മതി. അല്ലാഹു അക്ബർ, നീ വലിയവനാ റബ്ബേ. നമ്മൾ കയറ്റം കയറുമ്പോൾ മേലോട്ട് പോവുക. റബ്ബേ, ഞങ്ങൾ മേലോട്ട് പോയാൽ ഇതൊന്നൊരു മേലയല്ല, നീയാണ് ഏറ്റവും മീതയുള്ളത്. അല്ലാഹു അക്ബർ. നമ്മൾ റുക്കൂൾക്ക് പോവുക, അതൊരു ചെരിവാണ്, ഒരു താഴ്ചയാണ്. സുബ്ഹാന റബ്ബേ, നിനക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ല റബ്ബേ, നീ മീതയാണ്. സുജൂദും താഴെയാണ് റബ്ബേ, നീ താഴെ പോകുന്നില്ല. സുബ്ഹാന, നിൻ പരിശുദ്ധനാണ്. ആ രണ്ട് പൊസിഷനിലുമുള്ള ദിക്റിന്റെ പ്രത്യേകത നോക്കൂ. ആ ആശയവും നമ്മുടെ കുനിയലും സുജൂദും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വഅലം, അറിയണം, ബിഅന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും ബിക, അറിയണമേ അല്ലാഹു നിന്റെയോട് വളരെ അടുത്ത് നിൽക്കുകയാണ്. അല്ലാഹു മക്കത്താണ്, അങ്ങനെ വിചാരിക്കണ്ട. അല്ലാഹുവിനെ ഒരു ഖൽഖിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. അല്ലാഹു ആകാശത്താണെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലയോ? ഐനല്ലാഹ് ഫിസ് സമാഇ, നമ്മുടെ ഇൽമുൽ കലാമിൽ, നമ്മുടെ അഖീദയുടെ ആലിമീങ്ങളുടെ ഇടയിലുള്ള ചർച്ചയാണ്.
ആകാശം അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടികൾക്ക് അതീതനാണ്. അപ്പൊ ആകാശം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കിന് മാ സമാ വഅല, ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും. അള്ളാഹുവേ നീ ഉന്നതിയിലാണ്, അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല. വഅലം ബിഅന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും മിൻക, അല്ലാഹു നിന്റെ മുമ്പിൽ അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഇൽമു കൊണ്ടും നിന്റെ മുമ്പിലുണ്ട്. അല്ലാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അള്ളാഹു എല്ലായിടത്തുമുണ്ട്. എങ്ങനെ? അള്ളാഹിന്റെ ശരീരം കൊണ്ടെന്ന് പറയരുത്. ബിഇൽമിഹി വഖുദ്റതിഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ അധികാരം കൊണ്ട്, അവന്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അങ്ങനെ മറുപടി പറയാൻ പറ്റും. അള്ളാഹുവിന്റെ ദാത്തിനെ ഒരു സൃഷ്ടിയിലേക്കും ബന്ധിപ്പിക്കുക പാടുള്ളതല്ല. അത് നമ്മുടെ അഖീദയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആ അല്ലാഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ പ്രധാനപ്പെട്ട നരമ്പാണ് കണ്ഠനാടി. ആ കണ്ഠനാടിയേക്കാളും അള്ളാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ മസ്ജിദിലും നമുക്ക് അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയണം. നമ്മുടെ പള്ളി, നമ്മുടെ വീടുകളിൽ മുസല്ലകൾ ഉണ്ടാകാം. ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ, അള്ളാഹുവിൻ്റെ സാന്നിധ്യം അള്ളാഹു മുമ്പിലുണ്ട്. ആലോചിച്ച് നോക്കൂ, അള്ളാഹു അരികത്തുണ്ട്. ഖാദിറുൻ അലൈക, അള്ളാഹു നിന്റെ മേൽ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന ഓർമ്മയിൽ നിസ്കരിക്ക്. ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ അൻ തഖൂം, ഇത് വല്ലാത്ത അത്ഭുതമുള്ള വാക്കാണ്. റുകുഇലേക്ക് പോയാൽ ഇനി ഞാൻ ഖിയാമിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. യാ റബ്ബ്, പഠിച്ചോനെ, എന്താ നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഡേറ്റ് കൊടുക്കും 2-3 കൊല്ലപ്പുറത്തേക്കൊക്കെ. ആരുണ്ട്, എന്തുണ്ട്, അല്ലാഹു അഅലം. ഞാൻ പറയാറുണ്ട്, ഡേറ്റൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുണ്ടോ ആരുണ്ട് എന്ന് അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്നെ പറ്റുമോ എന്നറിയില്ല. ആയുസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം, അങ്ങനെ പറയാം. എന്നാലും നാണക്കേടാണ്. ഉസാമ റളിയല്ലാഹു അൻഹു 2 ആഴ്ചത്തേക്കൊരു സാധനം വാടകക്കെടുത്തപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഉസാമാല തൊവീലുൽ അമൽ, ഉസാമയുടെ ആ ഒരു അത്യാർത്ഥി വല്ലാത്ത 2 ആഴ്ച ജീവിക്കുന്നല്ലേ ആ പ്രതീക്ഷിച്ചത്. സുബ്ഹാനല്ലാഹ്, അഫാനല്ലാഹ്, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്താ ചെയ്യാം? ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ ലൻ തഖൂം, റുകുഇലേക്ക് പോകുമ്പോൾ എഴുന്നേൽക്കുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ. വമസ്സിലിൽ ജന്നത അൻ യമീനിക, ഇത് എളുപ്പമാണ് ചിന്തിക്കുക. നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ. വന്നാറ അൻ യസാരിക, ഇടതു ഭാഗത്ത് നരകമാണെന്നും ചിന്തിക്കുകയാണ്. നമ്മൾ സ്വർഗവാതിലുകൾ തുറന്നെടുക്കാൻ കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദങ്ങൾ കേൾക്കുകയാണ് ഇവിടെ. വസ്വിറാത്തു തഹ്ത ഖദമൈക, നിന്റെ കാലിന്റെ താഴെ സിറാത്ത് എന്ന് പറയുന്ന ജിസ്റുൻ മദ്റൂബുൻ അലാമത്തിനി ജഹന്നം അഹദ്ദ മിനസ് സൈഫി വഅഖഫ മിനശ് ശഅരി എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഹബീബിന്റെ ഹദീസിൽ വന്ന വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം. ഫഇദാ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഅൻത മുസല്ലിൻ, അതാണ് നിന്റെ നിസ്കാരം, അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൊടുത്തു മാഷാ അല്ലാഹ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് അല്ലേ? ഫ്രീ ആണ് അല്ലേ? സമ്മേളനത്തിന് കടല കച്ചവടം നടത്തി, വെള്ള കച്ചവടമൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ സ്വലാത്തിൻ്റെ വാർഷികം കൂടിയാണ്. മാഷാ അല്ലാഹ്, അതൊക്കെ നല്ല കാര്യമല്ലേ, അൽഹംദുലില്ലാ. ഭക്ഷണം പാക്കിങ്ങൊക്കെ ഓക്കെ അല്ലേ? ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ ഒന്നും കേടുവന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. റാഹത്ത് ബിസ്മി ചൊല്ലി കൊടുത്തേക്ക്. വലതു ഭാഗത്ത് തുടങ്ങിക്കോളി. ബിസ്മില്ല, ആരംഭിക്ക്. അൽഹംദുലില്ലാ. അത് ഫ്രീ ആട്ടോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇത് ഭയങ്കര സംഭവമായല്ലോ. ആരൊക്കെ ഇതിന് സഹായികളായോ അവർക്കൊക്കെ അല്ലാഹു അർഹമായ കൂലി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ആമിർ ഇബ്നു ഖൈസ് തങ്ങളോടാണ് ഇങ്ങനെയാണ് നിസ്കാരമെന്ന് മനസ്സിലായപ്പോ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അമാ തസൂഫി സ്വലാത്തിക, ആമിർ ഇബ്നു ഖൈസേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഒരു വേറെ ചിന്തയൊന്നും വരില്ലേ? നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും ഉണ്ടാവില്ലേ? നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, അവ ഹദീസുൻ അഹബ്ബ ഇലയ്യ മിനൽ ഖുർആനി ഹത്താ അഷ്തഗില ബിഹി, അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഈ വചനത്തെക്കാളും ഇഷ്ടമുള്ള വല്ലതും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഹൈഹാത്ത് ഹൈഹാത്ത് മുനാജാത്തുൽ ഹബീബ് തസ്തഗ്രിഖുൽ ഇഹ്സാസ്.
മെഹബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു. മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ അതാണ് കാമുകന്മാരൊക്കെ ഉമ്മയും വാപ്പയും കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് അവസാനിക്കുക. എന്താണ് പറയാനുള്ളതെന്ന് ഓൾക്ക് തന്നെ അറിയുള്ളൂ അല്ലേ? കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര ആവേശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറയും, അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാണ്, ഇപ്പം എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണ പോലും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? കുറച്ചെങ്കിലും ബാക്കി വെക്കാനുണ്ടാവണമെന്ന്. എല്ലാ കഥയും പറഞ്ഞ് തീർക്കരുത്. സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ട മുമ്പ് നിങ്ങൾ തേനെ പൊന്നേന്ന് പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറൈൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട. കാരണം ആ പറയണതൊക്കെ നുണയാണ്. ആദ്യം പറയാം നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലാട്ടോ, ഓന് പാസ്പോർട്ട് വരെ വാങ്ങാൻ ഒപ്പുണ്ടാവില്ല. പക്ഷെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ പറയും നമ്മൾ 300 രൂപയ്ക്ക് ചായ കിട്ടണ കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ, നമ്മൾ അവിടെ വന്നിട്ടാകാരം നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ്. ആയിക്കോട്ടെ, നടക്കാൻ പോകണില്ല എന്ന് അവനും അറിയാം, അവൾക്ക് ഒരു ആഗ്രഹം. കേട്ട് നല്ലതല്ലേ കേൾക്കണത്. ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ അയക്കണ കഥ പറഞ്ഞിട്ടില്ലേ, 1 ലക്ഷം രൂപയിൽ അമ്മായിമാർക്ക് ഇത്ര, നിങ്ങൾക്ക് ഇത്ര, അനുജന് ഇത്ര, അതൊക്കെ തരാനാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ അടുത്ത് ജോലി വരെ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ വക പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹഖീഖത്തല്ല. അതിനാണ് നിക്കാഹ് കഴിഞ്ഞ് അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളൂ. അവനവൻ്റെ കയ്യിൽ കിട്ടിയാൽ, വിവാഹം ചെയ്ത് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആവേശമൊക്കെ പോവും. അതാണ് ഈ ചാടിപ്പോണ കുട്ടികളൊക്കെ 6 മാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത്. ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരു 6 മാസം 3 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുവരെ ഇവർക്ക് തോന്നും, റബ്ബേ ഇവൻ എൻ്റെ ജീവനാണ്, മൈ താരെ തോടുക്കെ ലാവുങ്ക, മൈ ദുനിയ ഘുമാവുങ്ക, മൈ തുമേ ചാന്ദിലേ ജാവുങ്ക, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ വെറുതെ പറയാം. ഓട്ടോറിക്ഷ വെച്ചിട്ട് അങ്കമാലിക്ക് പോകാൻ ഒപ്പുണ്ടാവില്ല. പക്ഷേ ഈ വർത്തമാനങ്ങളാ പറയാം. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് വേണ്ട, ആ വക സോഫ്റ്റ് കോർണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയോട് അവൾ നിന്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കണത് പറഞ്ഞാൽ മതി. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാര്യം നടക്കണിന്റെ മുമ്പ് അതൊക്കെ പറയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിന്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഡേറ്റിംഗ്, ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ്. അശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. പ്രേമിച്ചവർ നടക്കുന്ന നടത്തം കണ്ടാൽ അത് മനസ്സിലാവും. നോക്കണം, മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും? മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, നിസ്കരിക്കുമ്പോൾ മടുപ്പ് തോന്നി, ഞാൻ എൻ്റെ മെഹബൂബായ റബ്ബിനോടാണ് സംസാരിക്കുന്നത്. ഒരു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് മടുപ്പ് വരാന്ന് ചോദിക്കേ? ഞാൻ ഓതുന്നത് അള്ളാഹുവിന്റെ വചനമല്ലേ? ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ? ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന് ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടിയാണിത്. ആ മധുരം അറിഞ്ഞപ്പോഴാണ് മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ അതാ ഇബ്നു യസാർ എന്ന് പറയുന്ന സഹോദരനുണ്ട്, മുസ്ലിം ഇബ്നു യസാർ. രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ലാ യൽതഫിതു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഗ്ദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോ, പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോ മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിന്റെ ഘോര ശബ്ദം കേട്ടിട്ട് പോലും നിസ്കാരം മുറിക്കാതിരുന്ന ആളായിരുന്നു. ആ മഹാൻ വീട്ടിലേക്ക് വരുമ്പോ നിസ്കാരത്തിന്റെ മുസല്ല വിരിച്ച് വീട്ടിലെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പെണ്ണുങ്ങളും കുട്ടികളും പറയും, ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം, ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം. എന്തേ? നമ്മൾ വർത്തമാനം പറഞ്ഞാൽ വാപ്പ കേൾക്കാൻ പോണില്ല. നമ്മളെന്താ പറയുക? നിസ്കരിക്കട്ടോ, മുണ്ടല്ലേ വാപ്പ നിസ്കരിക്കുക. എന്തേ? മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു പോകും. കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള ആരെങ്കിലും വർത്തമാനം. അപ്പൊ നീ എപ്പോഴാണോ കേട്ടത്? ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഞങ്ങളാ പറഞ്ഞതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നിസ്കാരം! മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവർ പറയാ, മക്കളോട് പറയും, പിന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ട കഥയൊക്കെ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക, ഞാനത് കേൾക്കാൻ പോണില്ല. അതൊരു കോൺസെൻട്രേഷൻ അല്ലേ? നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ? അത്ഭുതമല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടില്ല. നമ്മൾ പറയില്ലേ 50,000, 1,00,000, 10,00,000 ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ആളുകളുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കാര്യം പറഞ്ഞു. ഏതൊരു പെൺകുട്ടി, കോഴിക്കോടങ്ങാനുള്ള കുട്ടി, കുറേ മനഃപ്പാഠം, വലിയ മെമ്മറിയിലൊരു കുട്ടീൻ്റെ കഥ വന്നല്ലോ. ഒരു പെൺകുട്ടി, ഒരു 7 വയസ്സോ 6 വയസ്സോ ഉള്ളൊരു പെൺകുട്ടി അല്ലേ? കഴിഞ്ഞു പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര്, പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര്, എല്ലാ നദികളുടെ പേര്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാ? എനിക്കറിയില്ല അല്ലേ?
അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാ, വാദമൊക്കെ കേൾക്കുമ്പോഴേ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ 7 ലക്ഷം ഹദീസ് അല്ലെങ്കിൽ 10 ലക്ഷം ഹദീസ്, ഇമാമുന ഷാഫിഈ തങ്ങൾ സനദടക്കം 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കി ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് തോന്നിയിരുന്നു. ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി, ഇതുപോലെ അള്ളാഹു കൊടുത്ത മൗഹിബത്ത്, അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം, എന്ത് പ്രയാസം. നടക്കില്ല എന്നാര് പറഞ്ഞു? ഇതുപോലെയാണ് നമ്മൾ നിസ്കാരത്തിന്റെ ഏകാഗ്രതയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കണ്ടോ, പള്ളി പൊളിഞ്ഞു വീണിട്ട് അറിയാണ്ടിരിക്കേ. നമ്മൾ കൊതുകടിച്ചാൽ അറിയുന്നു, ഫാൻ ഓഫായി പോയാൽ അറിയുന്നു, ലൈറ്റ് പോയാൽ അറിയുന്നു, റോഡിലൂടെ ഒരു ജാഥ പോയാൽ ആ വിളിക്കുന്ന സർവ്വജാഥയുടെ വിളിയും നമുക്ക് മനഃപ്പാടമാകുന്നു. പടച്ച റബ്ബേ, ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കേ, എൻ്റെ നിസ്കാരം അത് സാധ്യമോ? സാധ്യമാണ്, സാധ്യമാണ്. തിരിച്ചു കാണിച്ചു തന്നല്ലോ ചരിത്രം. മുസ്ലിം ഇബ്നു യസാർ എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ മധുരം അറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞു തകർന്നു വീണത് അറിയാതെ പോയത്. അത് സാധ്യമാണ്. മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ സുലൈമാനു തൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന മഅ്മറുൽ മുഅദ്ദിൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ സുലൈമാനു തൈമി തങ്ങൾ ഓതുന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വളരെ മനോഹരമായി എല്ലാ രാത്രികളിലും അത് ഓതുന്നവർക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. സൂറത്തു തബാറക മഹാനായ സുലൈമാനു തൈമി തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓതാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ 27ാമത്തെ ആയത്ത് فلما رأوه زلفة سيئت وجوه الذين كفروا, അപ്പുറത്ത് ഓതാൻ പറ്റിയില്ല. فلما رأوه زلفة فلما رأوه زلفة سيئت وجوه الذين كفروا. കാഫിറുകളായ ആളുകൾക്ക്, ദൈവനിഷേധം നടത്തിയ ആളുകൾക്ക്, നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ, ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവപ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത്. നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും. ആ ആയത്ത് ഇങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു. فلما رأوه زلفة سيئت وجوه الذين كفروا. കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർണമാകുന്ന രംഗം. മഹാനായ സുലൈമാൻ തൈമി തങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും, ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്ത് നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളുണ്ട്. മുസാഹബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ മഹാനായ സുലൈമാൻ തൈമി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ റഔഹു സുൽഫതൻ സീഅത് വജൂഹുൽ ലദീന കഫറു. അതിനപ്പുറത്തേക്ക് ഓതാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ 6-7 മണിക്കൂർ നേരം ആ ഒരച്ചായത്തിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളോട് സുബഹിക്ക് വാങ്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ സുലൈമാൻ തൈമി തങ്ങൾ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞുപോയില്ല. മെഹബൂബുമായുള്ള സംസാരത്തിലാണ്, അള്ളാഹുമായുള്ള സംസാരത്തിലാണത്. ഇത് കാമുകന്മാരുടെ സംസാരം പോലെയല്ല, ഇത് ഒറിജിനൽ മെഹബൂബാണ്. ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല, ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി പോകില്ല, ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുന്ന മെഹബൂബല്ല. ആ മെഹബൂബിന്റെ വാക്കുകളാണിത്. ഇമാം ഖസാലി തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടുതന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? ഇന്ന് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട് കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ലേ? മഹാനായ ഖസാലി ഇമാം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരാൾ കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? അള്ളാഹുവിൻ്റെ 6236 വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും ആ ഒരു സമയം പോലും അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ? എന്താ മുഅ്മിനേ ഈ വാക്കൊക്കെ? എന്താണ് ഈ ചിന്തകളൊക്കെ?
നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ. യോ ലോ എന്ന ചെറുപ്പക്കാർ പറയാ, അല്ല യോൾട്ട്. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ഇനി പരലോകം വരാനുള്ളത്. യു ഓൺലി ലിവ് വൺസ്, യോ ലോ. നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ്, 2 ജീവിതമുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ഈ ഇബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ. ഇനിയൊരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവാൻ. അല്ലാഹുവേ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു, എത്ര വാട്സപ്പ് വായിച്ചു, എത്ര സീരിയൽ കണ്ടു, എത്ര സിനിമ കണ്ടു, എത്ര ന്യൂസ് ചാനൽ വെറുതെ ചെറുവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു. അതിനിടയിൽ ഒരു പേജ് ഖുർആൻ ഓതാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ. ഇനിയൊരു അവസരം തരുമോ? യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. പരലോകത്തേക്ക് വരുമ്പോൾ ദുനിയാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ജഹന്നം. അത് മനുഷ്യൻ വെറുതെ പറയാ. ഒരു ചാൻസ് തരുമോ? ആ ചാൻസ് കൊടുത്താലോ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹു തആല പറയാം, വെറുതെ പറയാണ് എന്ന്. അങ്ങനെയാണ് നമ്മളൊക്കെ പറയും, ഒരു ചാൻസും കൂടെ വെറുതെ അലിവ് തോന്നിയൊരു ചാൻസ് കൊടുത്താൽ അതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും. മനുഷ്യൻ അങ്ങനെയാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഒരു ജന്മം കൂടെ തരുമോ? ഇല്ല, ഒരു ജന്മം ഒന്നേ ഉള്ളൂ. ഒരു ജന്മം കൂടെ തരുമോ റബ്ബേ? ഇല്ല, കഴിഞ്ഞു. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാനും അറിയാനും പഠിക്കാനും ഒരുപാട് സമയം, സാഹചര്യം, അറിവും വിവരവും ഞാൻ നൽകിയിരുന്നില്ലേ? അറിവുള്ളവർ പഠിപ്പിച്ചു തന്നില്ലേ? പഠിക്കാനുള്ള സ്ഥാപനങ്ങളും കോളേജുകളും നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് പോയി പഠിച്ചില്ല എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുമ്പോൾ, ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും. വെറുതെ നടക്കുമ്പോൾ യൂട്യൂബ് ഓൺ ചെയ്താൽ, ഏതെങ്കിലും ഇൽമിന്റെ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്താൽ ഈ കിതാബുകള്, സോഫ്റ്റ് കോപ്പികൾ, ഹാർഡ് കോപ്പികളൊക്കെ അല്ലേ? പഠിക്കാമായിരുന്നില്ലേ? വായിക്കാമായിരുന്നില്ലേ? കേൾക്കാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് ചെയ്തില്ല? വജാഅകുമുൻ നദീർ. എന്റെ താക്കീതുകാര് വന്നപ്പോ നിങ്ങൾ അവരൊക്കെ കളിയാക്കി പറഞ്ഞല്ലേ? ദുസ്താദുമാർക്ക് അവർക്ക് വയറ് നിറക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞല്ലേ? ഇത് വിശുദ്ധ ഗ്രന്ഥമല്ലേ? അവർ പറയുന്നത് ഖുർആനല്ലേ? അവർ പഠിപ്പിക്കുന്നത് ഹദീസുകളായിരുന്നില്ലേ? ആ വചനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ വളരെ ഹീഡ്ലെസ് ആയിട്ട് കേട്ടു? എന്തുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടില്ല? എന്തുകൊണ്ട് കേട്ടില്ലെന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു നേരം, റബ്ബനാ അൽഹിംനാ ജവാബനാ. അല്ലാഹുവേ, ആ നേരത്ത് ഞങ്ങൾക്ക് മറുപടി പറയാൻ തുണയാകണേ റബ്ബേ. നിന്റെ കോടതിയിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ റഹ്മാനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, മന്നൂഖിഷൽ ഹിസാബ ഉദ്ദിബ. ഒരാളെ എങ്ങാനും അല്ലാഹു കണിശമായി ചോദ്യം ചെയ്താൽ കുടുങ്ങിപ്പോകും നബിയേ. എല്ലാവരും കുടുങ്ങിപ്പോകും നബിയേ. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? സ്കൂളിലേക്കോ മദ്രസയിലേക്കോ നേരം വൈകി വരുന്ന ഒരു വിദ്യാർത്ഥിനിയോട് അധ്യാപകൻ നേരം വൈകാനുള്ള കാരണം ചോദിക്കുന്ന പോലെ അല്ലാഹു അങ്ങാനും നമ്മളൊക്കെ ചെയ്ത തെറ്റുകളോ പറ്റി നമ്മളോട് അതിന്റെ കാരണം നിരക്കി റബ്ബ് ചോദ്യം ചെയ്താൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നബിയേ? മന്നൂഖിഷൽ ഹിസാബ ഉദ്ദിബ. അല്ലാഹു കണിശമായി ചോദ്യം ചെയ്താൽ കുടുങ്ങി പോകുമല്ലോ നബിയേ. പരിശുദ്ധ ഹബീബ് ആ നേരമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, ഇന്നഹാ അർദുൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, അല്ലാഹുവിനെ വഴിപ്പെട്ട് നടന്ന ആളുകൾക്ക് അർദുൻ അല്ലാഹു കാണിച്ചു കൊടുത്ത്, നീ ഇത് ചെയ്തോ, നീ ഇത് ചെയ്തതല്ലേ, നിനക്ക് നിഷേധിക്കാനുണ്ടോ? എന്റെ മലക്കുകൾ നീ ചെയ്ത നന്മ എഴുതി വെക്കാതെ പോയോ? നീ ചെയ്യാത്തതിന്റെ മലക്കുകൾ നിന്റെ പേരിൽ ചേർത്ത് വെച്ചോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, ഞാനത് ചെയ്തത് തന്നെയാണ്, പോയിക്കോ, നിനക്ക് ഞാൻ മാപ്പ് തന്നു എന്ന് അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്നു. ആയിഷ, ആ അറളാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു, അല്ലാഹുമ്മ ജഅൽ ഹിസാബനാ അറളാ. അങ്ങനെ അല്ലാഹു ഓശാരമായ മാപ്പ് നൽകി അല്ലാഹു പറഞ്ഞയക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ.
അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മളെ സ്നേഹിക്കുന്നവർ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നിന്നവര്, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവര്, അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇതുപോലെയുള്ള വഫിയ സ്ഥാപനങ്ങൾ, ഇൽമിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവെ പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ ഈ മജ്ലിസ് ഒരു നിമിത്തമാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ അറദ് കൊണ്ട് സഹായിക്കണേ റബ്ബേ. അതൊരു ഹിസാബാക്കി മാറ്റരുതേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു രാത്രി മുഴുവൻ അവരുടെ നിസ്കാരങ്ങളിൽ ഓതിയത് ഒരായത്തായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഖാസിം ഇബ്നു മഅ്ന റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞങ്ങളുടെ മഹാനായ മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ അൽ ഇമാമുൽ അദം അൽ ഫിഖ്ഹുൽ അക്ബറിന്റെ രചയിതാവ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിച്ച ആദ്യത്തെ മഹാപണ്ഡിതൻ, ഫിഖ്ഹിന്റെ മസ്അലകൾ ലോകത്തിന് സമർപ്പിച്ച ആദ്യത്തെ മദ്ഹബിന്റെ ഉപജ്ഞാതാവ് മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, ഇമാമു അഹ്ലിർ റഅയ് എന്ന് പറയുന്ന എല്ലാ ആളുകളും വമാ മിൻ ആലിമിൻ ഇല്ലാ ഹുവ അയാലുൻ അലാ അബീ ഹനീഫ, അബൂ ഹനീഫ തങ്ങളോട് കടപ്പാടില്ലാത്ത ഒരു ആലിമുമില്ല, ഒരു ഫഖീഹുമില്ല എന്ന് മഹാന്മാർ പറയുമായിരുന്ന ആ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഒരു രാത്രി ചെലവഴിച്ചത് ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന് പറഞ്ഞ ഒരു ആയത്തിലാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, ചെറുതായി കാണുകയുമല്ല. കർമ്മശാസ്ത്രം ഈ ഉമ്മത്തിന്റെ ദീനിന്റെ ഏറ്റവും നെടുംതൂണായ വിഷയമാണ് കർമ്മശാസ്ത്രം, ഫിഖ്ഹ്. ആ ഫിഖ്ഹ് പഠിക്കുന്നത് ലൂപ്പ് ഹോളുകൾ മനസ്സിലാക്കാനല്ല എന്ന് മനസ്സിലാക്കണം. ഫഖീഹായ ആൾ ഒരു ആബിദാകുന്നത് സോനെ പർ സുഹാഗ എന്ന് പറയാം, സ്വർണത്തിന് മേലുണ്ടാകുന്ന ചമൽക്കാരമാണ്. സാധാരണഗതിയിൽ ഫിഖ്ഹ് പഠിക്കുമ്പോഴേക്കും ഒഴിവ് കഴിവുകളും റുഖ്സകളും മനസ്സിലാക്കി ഇബാദത്ത് കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങളെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ശിഷ്യന്മാർ 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടെന്ന് പറയുന്ന ഒരു റിവായത്തിൽ 7 ലക്ഷം എന്ന് പറയുന്ന 50,000 കിലോമീറ്റർ ഹദീസിന്റെ ശേഖരണത്തിന് കാലുകൊണ്ട് നടന്നുപോയ മഹാനായ മുസ്നദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായപ്പോൾ ഒരു മുദർരിസ് പോലും അല്ലാതിരുന്ന, ഒരു ഹദീസിന്റെ റാബി പോലും അല്ലാതിരുന്ന, എന്നാൽ ആത്മീയമായ സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്ത, ഈ ഉമ്മത്തിന് തസവുഫിന്റെ മാർഗത്തിലൂടെ തസ്കിയത്തും ആത്മപരിശുദ്ധിയും കൊടുത്ത മഹാനായ മുസ്തജാബു ദഅവയായിരുന്ന, ഇറാഖ് കണ്ട, ലോകം കണ്ട പ്രഗൽഭനായ ആലിം മഅറൂഫുൽ ഖർഖി തങ്ങളെ കുറിച്ച് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പുകഴ്ത്തി പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ചുപോയി. ചില ശിഷ്യന്മാർ ഇൽമ് അത് എന്റെ ഉസ്താദ്, എന്റെ ഗുരുനാഥൻ, അതിനപ്പുറം ലോകത്ത് ആർക്കും ഇൽമില്ലെന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുണ്ട് ചിലര്.